الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى آله وصحبه أجمعين. قال سيدنا ونبينا وحبيبنا ومصطفانا وجد الحسن والحسين محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم. كن في الدنيا كأنك غريب أو عابر سبيل. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് തൻവീറുൽ ഇസ്ലാം കോൺഫറൻസ് ഹാളിൽ ഒരുമിച്ച് ചേർന്ന എന്റെ സ്നേഹനിധികളായ വിദ്യാർത്ഥികളുടെ മുന്നിൽ വിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമാവുന്ന മാസം നമ്മുടെ മുന്നിൽ സമാഗതമാവാൻ തുടങ്ങുമ്പോൾ ആ പ്രവാചകന്റെ മേൽ സകല സങ്കീർത്തനങ്ങളും സകല പ്രകീർത്തനങ്ങളും അവതരിപ്പിച്ച് ലോകത്തിന്റെ നാഥന് മുന്നിലും നാം സ്തുതി സങ്കീർത്തനങ്ങൾ അവതരിപ്പിച്ച് തെരി മദ്ഹ കർത്തെ കർത്തെ യ മഖാം ആ ഗയാ ഹൈ. നബിയെ, അങ്ങയുടെ മേലും മദ്ഹ് ചൊരിഞ്ഞിട്ടല്ലയോ ഈ സ്ഥാനം ഞങ്ങൾക്ക് ലഭിച്ചത്? അതുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നാം സ്വലാത്ത് വർഷിക്കുമ്പോൾ ആ സ്വലാത്തിന് സയ്യാഹികളായ മലായികത്തെ അല്ലാഹുവിന്റെ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയുടെ തിരുറൗളയിൽ കൊണ്ടുപോയി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ ആ പ്രവാചകന്റെ ജീവിതത്തിലൂടെയല്ലയോ നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ആ പ്രവാചകന്റെ അനുഭവങ്ങളെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി എത്രയോ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു ഭക്ഷണ കൂമ്പാരത്തിനരികിലൂടെ നടന്നു പോകുമ്പോൾ അതിൽ കൈ കടത്തി നോക്കി ഫഅദ്ഖല യദഹു ഫീഹാ. ആ ഭക്ഷണ കൂമ്പാരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ കൈ കടത്തി നോക്കിയപ്പോൾ فنالت أصابعه بللا. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നനവ് അനുഭവപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മാ ഹാദാ യാ സ്വാഹിബത്തുആം. എന്താണ് എന്റെ അനുചരാ നീ കാണിച്ചിരിക്കുന്നത്? ഓ ഭക്ഷണത്തിന്റെ മുതലാളി, എന്താണ് താങ്കൾ കാണിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അയാൾ പറയുകയാണ്, അസ്വാബത്തുഹു സമാഉ യാ റസൂലല്ലാഹ്,
ആകാശത്തിൽ നിന്ന് മഴ വർഷിച്ചത് കാരണം നനഞ്ഞു പോയതാ. ആലോചിക്കണം എന്റെ സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഭക്ഷണ കൂമ്പാരത്തിനരികിലൂടെ നടന്നു പോകുമ്പോൾ ആ ഭക്ഷണ കൂമ്പാരത്തിലേക്ക് തന്റെ കൈ പ്രവേശിപ്പിച്ചു. അപ്പോൾ റസൂലിന്റെ കയ്യിൽ നനവ് അനുഭവപ്പെട്ടു. റസൂൽ ചോദിച്ചു, മാ ഹാദാ യാ സ്വാഹിബത്ത്വാം, എന്താണ് താങ്കൾ ചെയ്തിരിക്കുന്നത്? അപ്പോൾ അതിന്റെ ഉടമ പറയുകയാ, അസ്വാബതുഹുസ് സമാഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അത് മഴ കൊണ്ട് നനഞ്ഞു പോയതാ. ഉടൻ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ, നീതിയുടെ ധർമ്മത്തിന്റെ വ്യാഖ്യാനവുമായി കടന്നു വന്ന മദീനയുടെ മന്ദാനിലനെ ലോകത്തിന്റെ വിശ്വപ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അഫലാ ജഅൽതഹു ഫൗഖ അത്വാമി ഹത്താ യറാഹു നാസ്, എങ്കിൽ ആ നനഞ്ഞ ഭാഗം ആളുകൾ കാണും വിധം പുറമെയാക്കാമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ആ ഭക്ഷണത്തിന്റെ ഉടമ അന്തിച്ചു നിൽക്കുകയാണ്. വഞ്ചിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല. ആലോചിക്കണം, നാം കച്ചവടം ചെയ്യുന്നവരാണ്, ബിസിനസ് ചെയ്യുന്നവരാണ്. നനഞ്ഞ ഭക്ഷണം ഉള്ളിലാക്കി നല്ല ഭാഗം പുറമേ കാണിച്ച് ആളുകൾക്ക് കൊടുക്കുമ്പോൾ അത് വഞ്ചനയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ നനഞ്ഞ ഭാഗം നിനക്ക് ആളുകൾ കാണുന്ന വിധം പുറത്തേക്കാക്കാമായിരുന്നുവല്ലോ. വഞ്ചിക്കുന്നവനാരാവട്ടെ അവൻ എന്നിൽ പെട്ടവനല്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത് കൊണ്ട് മനുഷ്യനെന്ന് അവന്റെ പ്രക്രിയകൾ മുഴുവനും നടത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ ധനം അത് ഹരിതാഭവമാണ്, അത് മാധുര്യമേറിയതാണ്. ഫമൻ അഖദഹു ബിസഖാവതി നഫ്സിൻ ബൂരിക ലഹു ഫീ, ആരാണ് ചോദിച്ച് വിഷമിപ്പിക്കാതെ കൊതിക്കാതെ ആ ധനം നേടിയെടുക്കുന്നതെങ്കിൽ അവന് ആ സമ്പത്തിൽ അനുഗ്രഹമുണ്ട്. അതേസമയം വമൻ അഖദഹു ബിശ്റാഫി നഫ്സിൻ വമൻ അഖദഹു ബിശ്റാഫി നഫ്സിൻ, ചോദിച്ച് വിഷമിപ്പിച്ച് നേടുന്നവനോ അതിൽ അനുഗ്രഹമുണ്ടാവുന്നതല്ല. ലം യുബാറക് ലഹു ഫീഹി, അവനാ സമ്പത്തിൽ അനുഗ്രഹമുണ്ടാവുന്നതല്ല. വകാന കല്ലദീ യഅകുലു വലാ യശ്ബഉ, ചോദിച്ച് സമ്പത്ത് വാങ്ങുന്നവൻ എങ്ങനെയാണെന്നറിയുമോ? അവൻ ഭക്ഷണം കഴിച്ചിട്ടും വയറ് നിറയാത്തവനെ പോലെയാണെന്ന് ഹബീബേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വലിയതുൽ ഉലിയാ, ഉയർന്ന കൈയാണ്, ഖൈറുൻ മിനൽ യദി സുഫ്ലാ, താഴ്ന്ന കൈയിനേക്കാൾ ഉയർന്ന കൈയാണ് ഉത്തമം. അഥവാ വാങ്ങുന്ന കൈയിലേറെ ഉത്തമം കൊടുക്കുന്ന കൈയാണ്, ധർമ്മം ചെയ്യുന്ന കൈയാണെന്ന് ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഈ സമ്പത്തിനെ കുറിച്ചല്ലേ അല്ലാഹുവിന്റെ ഹബീബ് ഉണർത്തിയത്. ലൗ ലിബ്നി ആദമ വാദിയം മിനൽ ദഹബ്, ആദം സന്തതിക്ക് സ്വർണത്തിന്റെ ഒരു മലയുണ്ടാവുമായിരുന്നുവെങ്കിൽ, ഒരു താഴ്വര ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ലൗ അന്ന ലിബ്നി ആദമ വാദിയം മിനൽ ദഹബ്, ആദം
പുത്രനെ, ആദമിന്റെ പുത്രനെ സ്വർണത്തിന്റെ ഒരു താഴ്വര തന്നെ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അഹബ്ബായി യകൂന ലഹു വാദിയാൻ, അവൻ അതുപോലെ രണ്ട് താഴ്വര ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുമായിരുന്നു. അവന്റെ വായ നിറക്കണമെങ്കിൽ ഇല്ലത്തുറാബ്, അത് മണ്ണിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, കാമനകൾ, അഭീഷ്ടങ്ങൾ അത് അവസാനിക്കണമെങ്കിൽ അവന്റെ മണ്ണിന് മാത്രമാണ് സാധിക്കുക. അഥവാ മരണം മാത്രമാണ് അവന്റെ ആഗ്രഹങ്ങളുടെ അന്ത്യം കുറിക്കുന്നത്. അതുകൊണ്ട് മാനവ സമുദായമേ, യതൂബുല്ലാഹു അലാ മൻ താബ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെല്ലാമാണ് സാമ്പത്തിക ഇടപാടിൽ അല്ലാഹുവിനെതിരെ പ്രവർത്തിച്ചതെങ്കിൽ, ആരാണ് അന്യായം ചെയ്തതെങ്കിൽ, വയതൂബുല്ലാഹു അലാ മൻ താബ്, അല്ലാഹു അങ്ങനെ തൗബ ചെയ്യുന്നവന്റെ തൗബ സ്വീകരിക്കുന്നതാ. വയതൂബുല്ലാഹു അലാ മൻ താബ്, പശ്ചാത്തപിക്കുന്നവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുന്നതാണെന്ന് സയ്യിദുനാ നബിയുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ്.